ഒരു കേസ് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വരുന്നത്. അപ്പോൾ ഹസ്ബൻഡ് വളരെ വിഷണ്ണനായിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വൈഫ് പറഞ്ഞു, സിസ്റ്റർ ഞങ്ങളൊരു ഒപ്പീനിയന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഹസ്ബൻഡ്. അപ്പോൾ ഇവരുടെ വീടിനടുത്ത് തന്നെയുള്ളൊരു പെൺകുട്ടി സ്കൂൾ കാലഘട്ടത്തിലാണ് അവള്. അപ്പം നമുക്കറിയാം ഒരു 60 ഒരു ബിലോ 16 ആണ് ആൾക്ക്. അപ്പൊ ഒരു 16 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിക്ക് ഇദ്ദേഹത്തോട് പ്രണയമാണ്. അപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇദ്ദേഹത്തിന് അയക്കുന്ന മെസ്സേജസ് അത് നല്ല രീതിയിലുള്ളൊരു മെസ്സേജസ് അല്ല. അപ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒരിക്കലും ആ ഒരു കുട്ടിയെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത് ആരോട് പറയണം ഞങ്ങള്, ഇതെന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? കാരണം ഈ കുട്ടിയെ അന്ധമായിട്ട് ഇയാളെ പ്രണയിക്കുകയാണ്. എഴുതുന്ന നോട്ട്സ് ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇത് ശരിയായ രീതിയിലുള്ള ഒരു കാര്യമല്ല. പിന്നീട് അതിന് കുറച്ച് ലീഗൽ പ്രൊസീജിയേഴ്സ് ഒക്കെ നമുക്ക് വേണ്ടി വന്നു. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവള് കാണുന്ന സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പലരും വിവാഹം ചെയ്തവരും ഇതേപോലെ മറ്റുള്ളവർക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുന്നുണ്ട്, അതൊരു അഫെയറിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ആ ചേട്ടനും ഭയങ്കര ഹാൻസം ആണ്, എനിക്ക് കല്യാണമൊന്നും കഴിക്കാനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷേ ആ ഒരു സമയത്ത് ഒരു പ്രണയം. അപ്പൊ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കണം. അപ്പം പ്രത്യേകിച്ച് ഇപ്പം മുതിർന്നവരാണ് അല്ലെങ്കിൽ ഏജിൽ ഇത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കുട്ടികൾ ഇതുപോലെയൊക്കെ ഇപ്പോ കാണാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഒരു പരിധിവരെയൊക്കെ ഇതിൻ്റെ അകത്ത് സോഷ്യൽ ഇൻഫ്ലുവൻസസ് ഉണ്ട്, ഇല്ലെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കൗമാര കുട്ടികൾ ഒരുപാട് വർഷങ്ങളായിട്ട് സിസ്റ്റർ കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് കുടുംബ പ്രശ്നങ്ങളും സിസ്റ്റർക്ക് അറിയാം. അപ്പൊ സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു ഇമ്പോർട്ടൻസ്, കാരണം അവർക്ക് നമ്മൾ പറഞ്ഞല്ലോ ഒരു അവയർനെസ് ഇല്ല, അവർക്ക് അറിവില്ലാത്തതിന്റെ കുറവുകൾ അവർക്ക് ഉണ്ടാകാം. ഒരു കുടുംബത്തിന്റെ ഉള്ളിലുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ആ ഒരു അവയർനെസ് കൊടുക്കാത്തതിന്റെ എന്തെങ്കിലും ഭവിഷ്യത്തുകളുണ്ടോ? മാതാപിതാക്കൾക്ക് എങ്ങനെ മക്കൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാം? അതിന്റെ ഒരു തലത്തെക്കുറിച്ച് സിസ്റ്ററിന് പറയാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടി വളർന്ന് കൗമാരപ്രായത്തിലേക്ക് എത്തുമ്പോൾ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടും അമ്മമാരുടെ ഭാഗത്തു നിന്നാണ് ഇതേപോലെ എൻ്റെ ലൈംഗികത എന്താണ്, ലൈംഗികമായിട്ടുള്ള വളർച്ച എന്താണ്, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള എൻ്റെ ശരീരത്തിലെ മാറ്റങ്ങൾ എന്താണെന്നൊരു അമ്മയ്ക്കാണ് ഒരു പെൺകുട്ടിയോട് കൂടുതലും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അപ്പനാണ് ഒരു ആൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു കുടുംബ ജീവിതത്തിലെ കാര്യങ്ങളല്ല കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെക്കുറിച്ച്, ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളും കൂടുമ്പോൾ ഉണ്ടാകുന്ന വികാര പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഈ ഒരു കാര്യത്തിലാണ് ആദ്യം നമ്മൾ ബേസിക് ആയിട്ടൊരു നോളജ് കൊടുക്കേണ്ടത്. അപ്പോൾ അവർക്ക് അവരുടെ ശരീരത്തെ ആദ്യമേ അംഗീകരിക്കാനായിട്ട് സാധിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയും, ഒരു സെക്സ് എഡ്യൂക്കേഷന്റെ ആദ്യ ഭാഗം അവനവന്റെ ശരീരത്തെ, അവനവന്റെ ഐഡന്റിറ്റിയെ അംഗീകരിക്കുകയാണ്. അപ്പൊ എനിക്കിങ്ങനെ ഒരു കാര്യം ഉണ്ടാകാം, ചാൻസ് ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്ഥായിയായിട്ട് ചിലപ്പോൾ നിലനിൽക്കണമെന്നില്ല. അപ്പൊ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കൂടുതൽ പ്ലഷർ തരുന്നതാണ്. പക്ഷെ ആ ഒരു പ്ലഷർ തരുന്ന കാര്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്വങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മച്യൂരിറ്റി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എല്ലാം ഒരു ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ് കുട്ടികൾക്ക് വേണ്ടത്. അപ്പൊ കുട്ടികൾ ഏതെങ്കിലും ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് അഫെയറുകൾ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആൻഡ് സെക്ഷുവൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് വെരി പ്ലഷർ സീക്കിംഗ് ഇവന്റ്സ്. അപ്പൊ ഇവർക്ക് ഇതെന്താണെന്നൊന്ന് അറിയണം, ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഈ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇതിന് ഓരോന്നിനും നമ്മുടെ ഒരു ക്രൊണോളജിക്കൽ ആയിട്ടുള്ള മച്യൂരിറ്റിയിലേക്ക് വരേണ്ടതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഇതിന്റെ ദൂഷ്യഫലങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്.